നമസ്കാരം. എൻ്റെ പേര് സച്ചിൻ കുര്യന്. ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ് എൻ്റെ സ്വദേശം. കഴിഞ്ഞ ഡിസംബർ 9-ാം തീയതി എനിക്കൊരു കുഞ്ഞുണ്ടായി. ആൺകൊച്ചാണ്. മറ്റൊരു ഹോസ്പിറ്റലിലാണ് കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞ് ജനിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചിനിങ്ങനെ ഹാർട്ട് ബീറ്റ് കണ്ടമാനം കൂടി. അപ്പോൾ നമുക്ക് മറ്റൊരു ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ മാർസിലിവ മെഡിസിറ്റിലേക്ക് വന്നു. ഇവിടെ വന്ന് എക്കോ എടുത്തു. ഡോക്ടർ അനിൽ നാരായണയാണ് നമ്മൾ കാണിച്ചത്. ഡോക്ടർ എക്കോ ഒക്കെ എടുത്തു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ പറഞ്ഞു കൊച്ചിൻ്റെ ഹാർട്ടിലേക്കുള്ള BP കണ്ടമാനം വേരി ചെയ്യുവാണ്. അതിൻ്റെ കാരണത്താൽ ലെൻസിൽ നിന്ന് ചെറിയ ബ്ലീഡിങ് വരുന്നുണ്ട്. പിന്നെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് ബ്ലഡിൽ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഈ 3 കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊച്ചിന് ഹാർട്ട് ബീറ്റായെന്ന് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിപ്പോൾ തൽക്കാലം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്, മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഇച്ചിരി ക്രിട്ടിക്കലായിരുന്നു, നല്ല ക്രിട്ടിക്കലായിരുന്നു. കാരണം ബുധനാഴ്ചയാണെങ്കിലും ഡോക്ടർ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചി ഇത്തിരി സിക്കാണ്, നല്ല ക്രിട്ടിക്കലാണ്, ചാൻസ് 50-50 ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ നല്ലപോലെ പേടിച്ചായിരുന്നു. കാരണം ആ ഒരു സമയം എന്ത് ചെയ്യണം എന്ന് നമുക്കറിയത്തില്ല. നല്ലപോലെ പ്രാർത്ഥിച്ചു. എങ്കിലും ഡോക്ടറെ നമുക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഡോക്ടർ നമ്മളെ കുഞ്ഞിനെ കൈവിടില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. ഒരു വ്യാഴാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും കൊച്ച് പയ്യെ മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. തുടക്കം തൊട്ട് ഭയങ്കര സ്ലോ ആയിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി ക്രിട്ടിക്കലിലേക്ക് പോയത്. ഒരു വ്യാഴാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും കൊച്ച് മെഡിസിൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വ്യാഴാഴ്ച വൈകിട്ട് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വെള്ളിയാഴ്ച രാവിലെ ഒരു 11 മണി വരെ നോക്കാം, എന്നിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് ഡോക്ടർ എനിക്ക് വാക്ക് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു വിശ്വാസം, ഡോക്ടർ പറഞ്ഞ ആ വാക്കിനെ നമ്മൾ ഒരുപാട് വിശ്വസിച്ചു. രാവിലെ ദൈവാനുഗ്രഹത്താൽ വെള്ളിയാഴ്ച രാവിലെ 11 മണി ആയപ്പോഴത്തേക്ക് വെച്ച് ഏതാണ്ട് ഒരു 50% മെഡിസിൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. വെന്റിലേറ്ററിൽ നിന്ന് കൊച്ചിനെ താൽക്കാലത്തേക്ക് മാറ്റി. അവന് ഒരു 50% ഓക്സിജൻ തന്നെ എടുക്കാൻ തുടങ്ങി. ചെറിയൊരു സപ്പോർട്ട് ഓക്സിജൻ്റെ കൊടുത്തിട്ടുള്ളായിരുന്നു. ഒരു ശനിയാഴ്ച ഞായറാഴ്ചയോടുകൂടി ഓൾമോസ്റ്റ് ഒരു 80% കൊച്ച് ഓക്കെ ആയി വന്നു. അപ്പം നല്ല ക്രിട്ടിക്കലാണ്, ഒരു 50% ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിൽ നിന്ന് അവൻ ഏകദേശം ഒരു 80% ബെറ്ററായി വരുന്നുണ്ടെന്ന് ഡോക്ടറിന് പറയാൻ സാധിച്ചു. അത് വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുവാണ്. കാരണം ഡോക്ടറിന് നല്ലൊരു കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്. എനിക്കപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്, ഡോക്ടർ അനിൽ നാരായണൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെയും ആ കൊച്ചിനെ റിക്കവർ ചെയ്തെടുക്കും. നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മളതുപോലെ പ്രാർത്ഥിച്ചായിരുന്നു. തിങ്കളാഴ്ച ആയപ്പോഴത്തേക്കും അവരെ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ബെറ്ററായി വന്നു. പിന്നെ പീഡിയാട്രിഷ്യനായിട്ട് അന്ന് ഉണ്ടായിരുന്ന സിസ്റ്റർ ജ്യോതി സിസ്റ്ററാണ്. സിസ്റ്റർ വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. വിവരങ്ങളൊക്കെ ഓരോ സമയത്തും കൊച്ചിന് എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളെ താഴെ വിളിച്ച് അപ്ഡേറ്റ് തരും. കൊച്ചിങ്ങനെയാണ്, ഒന്നും മറിച്ച് വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം കൊച്ച് ക്രിട്ടിക്കലാണെങ്കിൽ അത് ക്രിട്ടിക്കലാണെന്ന് തന്നെ ഡോക്ടർമാർ പറയുന്നു. ഒരു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ട് വെന്റിലേറ്റർ ഒന്ന് മാറ്റി ഇപ്പോൾ കൊച്ചിനെ നമ്മുടെ കയ്യിലേക്ക് അവർ കൊണ്ടു തന്നു. ഇപ്പോൾ ഈ ഒരു 3-4 ദിവസത്തേക്ക് ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ട്. കൊച്ചിൻ്റെ തലയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കത് 7 ദിവസത്തെ കോഴ്സാണ്, നമുക്കത് 7 ദിവസമായിട്ട് കൊടുക്കണ്ട, അത് ഡോസ് കുറച്ചിട്ട് 14 ദിവസത്തേക്ക് കൊടുക്കാൻ. ഇപ്പം നിലവിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒത്തിരി പേര് എന്നോട് പറഞ്ഞു വേറെ എവിടെയെങ്കിലുമൊക്കെ പോകത്തില്ലെന്ന് ചോദിച്ചവരുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വിശ്വസിച്ചു ഇവിടെ. പിന്നെ ഇവിടെ പിയറായിട്ട് വർക്ക് ചെയ്യുന്ന അഖിൽ നമ്മുടെ സുഹൃത്താണ്. അപ്പം അഖിലിനെ ഞാൻ വിളിച്ചായിരുന്നു, കോൺടാക്ട് ചെയ്തായിരുന്നു അഖിലിനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അഖിൽ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ പോരാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടീം ഇവിടെ റെഡിയാണെന്ന് എന്നോട് അഖിൽ പറഞ്ഞു. അപ്പം അത് വലിയ സന്തോഷം. നമ്മൾ ആംബുലൻസിൽ വന്നപ്പോഴാണെങ്കിലും കാഷ്വാലിറ്റിയിൽ ഇവനെ സ്വീകരിക്കാനായിട്ട് ഒരു ടീം റെഡിയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഡിലേ പോലും അവർ വരുത്തിയില്ല. പെട്ടെന്ന് തന്നെ അവർ ഒക്കെ ഉള്ള ബാക്കി കാര്യങ്ങൾ എക്സ്റേ എടുത്ത് എല്ലാ കാര്യങ്ങളും പൊട്ടപ്പൊട്ടയെന്ന് അവർ നടത്തി. പിന്നെ ഈ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇച്ചിരി വൈകിയത് കൊണ്ടാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയത്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ഇപ്പം കൊച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഞങ്ങൾ ഉടനെ പോവുകയാണ്. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷം. പിന്നെ അതുപോലെ തന്നെ NICയിലുള്ള എല്ലാ നേഴ്സുമാർ എന്നാൽ ഒരുപാട് കാര്യമായിട്ട് ഇവനെ നോക്കി. നമുക്ക് അതിൻ്റെ അകത്തൊന്നും ഒരു നെഗറ്റീവ് പറയാനില്ല. കാരണം 2 പേര് ഇവന് വേണ്ടി ഇങ്ങനെ മാറി നിൽക്കുകയോ ഈ കൊച്ചിനെ നോക്കാനായിട്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ കയറി കാണും. രാവിലെയും വൈകിട്ടും ഡോക്ടർ കയറി കണ്ടോളാൻ പറഞ്ഞു. നമ്മൾ ഗൗണും മാസ്കും ഒക്കെ വെച്ച് കയറി കാണുമ്പോൾ ഈ കൊച്ചിനെ അവർ പരിചരിക്കുന്ന രീതിയെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മൾ പുറത്താകുമ്പോൾ നമുക്ക് ഒത്തിരി വിവരങ്ങൾ അറിയത്തില്ല. കൊച്ച് അവിടെ എന്തെടുക്കുക, എങ്ങനെയായിരിക്കുന്നു ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ അകത്ത് കയറി കണ്ടപ്പോൾ ഇവനെ അവർ നോക്കുന്ന രീതികൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ഞാൻ ഇവിടുത്തെ ഡയറക്ടർ അച്ഛനോട് ജോസഫ് അച്ഛനോട് സംസാരിച്ചായിരുന്നു. അച്ഛനാണെങ്കിൽ എനിക്ക് തന്ന ഒന്നും പേടിക്കണ്ട, നമ്മളെല്ലാം ഓക്കെ ആക്കി എടുക്കുമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷം. നമുക്ക് ആ ഒരു വാക്കുകൾ കിട്ടുമ്പോൾ ഒരു ആശ്വാസമാണ്. കാരണം ആ ഒരു ടൈമിൽ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. കാരണം വൈഫ് മറ്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, ഇങ്ങോട്ട് ഡിസ്ചാർജ് ആയി വന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ ചേർത്ത് നിർത്താൻ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. കൊച്ചി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ക്രിട്ടിക്കല എന്ന് പറഞ്ഞ കൊച്ചി ഇപ്പോൾ 100% ഓക്കെയാണ്. അപ്പം ഡോക്ടർ അനിൽ നാരായണനോടും അതുപോലെ തന്നെ സിസ്റ്റർ ജ്യോതി സിസ്റ്ററിനോടും NICയിലുള്ള എല്ലാ നേഴ്സുമാരോടും എല്ലാ സ്റ്റാഫിനോടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹവും ഞാൻ ഒത്തിരിയായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.